കൊടകര കുഴൽപ്പണക്കേസിൽ BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തും. തിങ്കളാഴ്ച കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി സൂരജ് സജി വീണ്ടും ചേരുകയാണ്. സൂരജ്, പറയൂ ഇതിൻ്റെ വിശദാംശങ്ങൾ. SKN തിരൂർ സതീഷ് 24നോട് കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർണായക വെളിപ്പെടുത്തലാണ് ഈ രഹസ്യമൊഴിയായി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനോട് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് അന്ന് കോടതി നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് ഈ കുന്നംകുളത്ത് നിന്ന് ഇപ്പോൾ ഇതിൻ്റെ സമയം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് തിരൂർ സതീശിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് തിരൂർ സതീശന് ഇന്ന് പോലീസ് ഔദ്യോഗികമായി തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ നോട്ടീസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച ഹാജരാകാനാണ് തിരൂർ സതീശനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കുകെട്ടുകളിലായി കോടിക്കണക്കിന് രൂപ എത്തിച്ചുവെന്നും ഈ പണം എത്തിച്ച വ്യക്തി സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനുമായി അതിന് മുന്നോടിയായി ചർച്ച നടത്തിയെന്നും ഈ ധർമ്മരാജനെ ഇലക്ഷൻ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും തന്നെ പരിചയപ്പെടുത്തി എന്ന് വെളിപ്പെടുത്തലായിരുന്നു തിരൂർ സതീഷ് 24നോട് നടത്തിയത്. ഇതേ തുടർന്നാണ് സർക്കാർ അതിലൊരു തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന SKN.